എത്ര വേഷത്തിൽ ലാലേട്ടൻ അവതരിക്കുന്ന കണ്ണപ്പ കണ്ടറിഞ്ഞു ഓടിച്ചൂടെ എങ്ങാണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചേക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേറെ മോശമായി പണ്ട് ഉപ്പ് മൂഞ്ചി മുളക് മൂഞ്ചി അരക്കാൻ മൂഞ്ചി തേങ്ങ മൂഞ്ചി ഊമ്പി പോയി. ഇനി കാണാൻ വന്നാൽ ഞാനും മൂഞ്ചി അത്രേ ഉള്ളൂ. വേണ്ടായിരുന്നു വെറുതെ ഈ പടവേ ഊമ്പല് പടം അത്രയ്ക്ക് ബോറായിരുന്നു. അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. ഇത് 200 കോടി ബഡ്ജറ്റ് വെച്ചേക്കാണ്, 50 കോടി അടിക്കൂല. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ലാലേട്ടന്റെ ഒരു പ്രസൻസ് എങ്ങനെയുണ്ട് ഗസ്റ്റ് റോൾ? അത് മാത്രമാണ് പിന്നെയും ഭേദമായിട്ടുള്ളത്. അത് മാത്രമാണ്. കാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു കാട്ടവരാത സിനിമ. ഇനി ആദിപുരുഷന് റെസ്റ്റ് എടുക്കാം. മിസ്റ്റർ മോഹൻലാൽ, ലാലേട്ടൻ, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇമ്മാതിരി അപരാധത്തെ കയറി ഇനി അഭിനയിക്കരുത്. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. എന്ത് പടടേതൊക്കെ, ഇതൊന്ന് ശിവനെ കളിയാക്കിയതാ. കളിച്ച് ആശാന്റെ അടുക്കള കയറി കളിച്ചു തുടങ്ങിയല്ലോടാ. നാട്ടുകാർ ഞാൻ പറയുമ്പോണ്ടല്ലോ, ശിവസേനക്ക് കേസ് കൊടുക്കണം അമ്മമാർക്കെതിരെ. അമ്മാതിരി അപരാധം. അപ്പൊ ഇത് കേസാവോ? കാണുന്ന ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടിച്ചായം കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? കണ്ണപ്പയായിട്ട് അഭിനയിച്ച് വിഷ്ണു മഞ്ജു. എന്റെ പൊന്നെ, സഹിക്കാൻ പറ്റണില്ല ഇവനെ കൊണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒരല്പം ഓവറായി പോയല്ലേ? വെറും ഓവറല്ല, മുഴുവൻ ഓവറായി. മെയിൻ ലീഡ് തന്നെ അസഹനീയം. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ് ഇത്? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വെറുപ്പിച്ചാൽ പോലെ. ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല, ഞാനും ബാബാട്ടിനെ. അതായത് ഈ കണ്ണപ്പയുടെ യാത്ര കണ്ണപ്പയിൽ തുടങ്ങി, കണ്ണാപ്പയിലൂടെ കണ്ണാപ്പിയിലെത്തി, കണ്ണാപ്പിയിൽ നിന്നും വിട്ട് കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.